അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ അങ്ങ് ഒരിക്കലും ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു. ഇത് നമ്മുടെ പതിയെ അപമാനിക്കലാണ്. എവിടെയാണോ പതിക്ക് ആദരവ് ലഭിക്കാത്തത് അവിടെ പത്നിയുടെ സാന്നിധ്യം അപമാനകരമാണ്. നാം ഇനി ഇവിടെ ഒരു ക്ഷണം പോലും നിൽക്കുകയില്ല. വന്നാലും ശിവ, കൊണ്ടുപോയാലും അങ്ങയുടെ കൈലാസത്തിലേക്ക്. കടന്നു പോകും ഇവിടെ നിന്നും. ഇനി ഒരിക്കലും ഇവിടേക്ക് വരുന്നതിനെ കുറിച്ച് സ്വപ്നം പോലും കാണരുത്. നിനക്ക് മുന്നിൽ നിന്റെ പിതാവിന്റെ വാതിലുകൾ അടഞ്ഞിരിക്കുകയാണ്. കടന്നു പോകും ഇവിടെ നിന്ന്. വന്നാലും ശിവ. സതി, പോകുന്നതിന് മുമ്പ് ദേവിയുടെ പ്രിയപ്പെട്ടവരെ കണ്ടോളൂ. അവരുടെ ആശീർവാദം അനിവാര്യമാണ്. അങ്ങയുടെ ആഗ്രഹം പോലെ.
ഒരുപക്ഷെ ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്ന ഏക പിതാവ് നാമായിരിക്കും സതി. അതായത് ഒരിക്കലും നീ ശിവനോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കരുതെന്ന്, ഒരിക്കലും ജീവിക്കരുതെന്ന്. പ്രതികാരം ഒരു മനുഷ്യനെ എത്രത്തോളം ക്രൂരനും നിർവികാരനുമാക്കുന്നു. പ്രജാപതി ദക്ഷൻ അതിന്റെ ഉദാഹരണമായിരുന്നു. അദ്ദേഹം സതി ദുഃഖിക്കണമെന്ന് മാത്രമല്ല ആഗ്രഹിച്ചത്, അദ്ദേഹം അവളുടെ മനസ്സിൽ സംശയത്തിന്റെ വിത്തുകളും പാകിയിരുന്നു. പ്രജാപതി ദക്ഷൻ സതിയുടെ മനസ്സിൽ സംശയത്തിന്റെ വിത്തുകൾ പാകിയത് എന്തിനാണ്? എന്തെന്നാൽ സംശയത്തിന്റെ വിത്തുകളിൽ നിന്നും വളരുന്ന വൃക്ഷം ശിവനോടുള്ള സ്നേഹം നിറഞ്ഞ സതിയുടെ ജീവിതത്തിൽ ദുഃഖത്തിനുള്ള കാരണമായി തീരുമായിരുന്നു. നമുക്കൊന്നും മനസ്സിലാകുന്നതേ ഇല്ല മിത്രമേ. മൂട, നാം നിനക്ക് മനസ്സിലാക്കി തരാം. അഹങ്കാരത്താൽ നിറഞ്ഞ മനുഷ്യന് ഒരിക്കലും സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കുവാൻ ഇടവരുന്നില്ല. മറ്റുള്ളവരുടെ നന്മകൾ കാണുവാൻ സാധിക്കുകയുമില്ല. ഇത് തന്നെയാണ് പ്രജാപതി ദക്ഷന് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സർവജ്ഞാനവും നിരർത്ഥകമായി തീർന്നു. അദ്ദേഹത്തിന്റെ ജ്ഞാനം അദ്ദേഹം ഉപയോഗിച്ചത് സതിയുടെ മനസ്സിൽ സംശയം ജനിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. പിന്നീട് ആ സംഭവം തന്നെ അദ്ദേഹത്തിന്റെ പതനത്തിന് കാരണമായി തീർന്നു. അങ്ങേക്ക് മുന്നോട്ടുള്ള കഥ ഓർമ്മയുണ്ടോ മഹാദേവ? അതായത് മിത്രം ശിവ. അവിടുന്ന് എന്തിനാണ് നമ്മെ മഹാദേവൻ എന്ന് വിളിക്കുന്നത്? നാം ചിന്തിച്ചത് ഇങ്ങനെയാണ്. എന്തെന്നാൽ നമ്മുടെ മാതാവ് പറയാറുണ്ട്, തിന്മയുടെ ബലം എപ്പോഴും ഒടുവിൽ നാശമായിരിക്കുമെന്ന്. അതിനാലാണ് നാം അങ്ങനെ പറഞ്ഞത്. ക്ഷമിച്ചാലും മിത്രമേ, നാം മുന്നോട്ടുള്ള കഥ വീണ്ടും ആരംഭിക്കുന്നതാണ്. സതിയുടെ മനസ്സിൽ കൈലാസത്തെക്കുറിച്ച് സങ്കല്പങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷെ അന്നേ ദിവസം സ്വയം നാരായണൻ തന്നെ സാക്ഷിയായി എത്തിയപ്പോൾ സതിയുടെ മനസ്സിനുള്ളിൽ ഒരു പുതിയ രീതിയിലുള്ള ആത്മവിശ്വാസം ഉടലെടുത്തു. അന്നേ ദിവസം അവിടെ ദേവി സരസ്വതി, ദേവി ലക്ഷ്മി, പിന്നെ സകല ദേവന്മാരും ശിവനെയും സതിയെയും സ്വീകരിക്കാനായി എത്തിയത് കണ്ടപ്പോൾ സതിക്ക് കൈലാസത്തിന്റെ യഥാർത്ഥ രൂപവും മഹത്വവും മനസ്സിലാക്കാൻ സാധിച്ചു. എന്താണ് സതി നിന്നത്? ക്ഷമിച്ചാലും ശിവ, നമ്മുടെ ഈ ഗാന്ധർവ വിവാഹത്തിന് ആരാണ് സാക്ഷികൾ? പിതാവിന്റെ സഭയിൽ എല്ലാവരും എതിരായിരുന്നു.
പ്രജാപതി ദക്ഷന്റെ പുത്രി സതിയുടെ വിവാഹം ശിവനോടൊപ്പം നടന്നു എന്നതിന് എന്ത് ആധികാരികതയാണുള്ളത്? നാം സാക്ഷിയാണ് ഈ വിവാഹബന്ധത്തിന്. നാരായണ നാരായണ. ശിവനുമായുള്ള ആദിശക്തിയുടെ കൂടിച്ചേരലിന് ആരുടെയും ആധികാരികത ആവശ്യമില്ല. മഹാദേവൻ സ്വയംഭൂവാണ്. പക്ഷെ ദേവിയുടെ ആഗ്രഹം ഇതാണെങ്കിൽ നാം ഈ വിവാഹത്തിന് സാക്ഷിയാണ്. മാത്രമല്ല പൂർണ്ണമായ ആദരവും നൽകുന്നു. ഞങ്ങളും ഇതിന് സാക്ഷികളാണ്. സതി, ഇവിടെയുള്ള അവിടുത്തെ ജീവിതം ഒരു പുതിയ ജീവിതമാണ്. ഒരുപക്ഷെ സാഹചര്യം അനുകൂലമായിരിക്കില്ല. പക്ഷെ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ കൈലാസത്തോടും ഇവിടെയുള്ളവരോടും അവിടത്തേക്ക് സ്നേഹം തോന്നും. വരൂ, ശിവന്റെ സ്ഥാനത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോകാം. മനസ്സിലാവുന്നുണ്ട് സതി. ഇന്നവിടത്തേക്ക് സ്വന്തം മാതാപിതാക്കളെയും കുടുംബത്തെയും കാണാനാവാത്തതിന്റെ ചിന്ത ഉണ്ടായെന്ന് വരാം. പക്ഷേ വിധിയെ ആർക്കാണ് തടയാൻ സാധിക്കുക? കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എല്ലാം ശരിയാകുന്നതാണ്. സതി, സഹോദരിയുടെ വരവിനാൽ കൈലാസത്തിന് പുനർജന്മം ലഭിച്ചിരിക്കുകയാണ്. അവിടുത്തെ പക്കൽ നിന്നും മഹാദേവനെ ദൂരേക്ക് പോകാൻ അനുവദിക്കരുത്. അദ്ദേഹത്തെ ഗൃഹസ്ഥ ജീവിതത്തിൽ ബന്ധിതനാക്കൂ. പക്ഷേ അദ്ദേഹം സന്യാസിയല്ലേ? അധിക സമയം ഒരിക്കലും ബന്ധിതനായിരിക്കില്ല. എല്ലാവരും ഇത് പറയാറുണ്ട്. സത്യമാണ് സതി, അദ്ദേഹം സന്യാസിയാണ്. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ്. ഗൃഹസ്ഥ ജീവിതം അദ്ദേഹം സ്വയം സ്വീകരിച്ചിരിക്കുകയാണ്. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കേണ്ടതുണ്ട്.
മഹാദേവൻ ദിവസങ്ങളോളം ധ്യാനത്തിൽ മുഴുകിയിരിക്കാറുണ്ട്. നമ്മുടെ സഹോദരി കാത്തിരിപ്പിന്റെ പരിശീലനം നേടേണ്ടതുണ്ട്. എങ്കിൽ ചെല്ലു, ഇനി സ്വന്തം ഗൃഹസ്ഥ ജീവിതം ആരംഭിച്ചോളൂ. കാത്തിരിപ്പിന്റെ ദൈർഘ്യം അധികനേരം നീളുന്നതല്ല സതി. മഹാദേവൻ ഉടൻ വരുന്നതാണ്. കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന രാജകുമാരി സതിക്ക് കൈലാസത്തിലെ ഈ ജീവിതവും കാലാവസ്ഥയും അവളുടെ ചിന്തകൾക്കും അപ്പുറമായിരുന്നു. പക്ഷെ പ്രണയത്തിനായി ആർക്കും എന്തും ചെയ്യാനാകും. തൽഫലമായി എല്ലാം മറന്നുകൊണ്ട് സതി തന്റെ പ്രണയത്തിൽ മുഴുകിക്കൊണ്ട് ശിവനെ കാത്തിരിക്കുകയായിരുന്നു. അങ്ങ് വന്നുവോ ശിവ? കാത്തിരിപ്പിന്റെ ദൈർഘ്യം അധികമായില്ലല്ലോ സതി. പ്രണയത്തിൽ ഇങ്ങനെയുള്ള കാത്തിരിപ്പുകൾ യുഗങ്ങളായുള്ള കാത്തിരിപ്പായി അനുഭവപ്പെടും ശിവ. സ്വന്തം വിവാഹത്തെക്കുറിച്ച് ഏതൊരു സ്ത്രീക്കും സ്വപ്നങ്ങളുണ്ടാവും. ദേവിക്കും തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങൊരു രാജകുമാരിയുടെ സ്വപ്നങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ അതുണ്ടായിരുന്നിരിക്കാം. പക്ഷെ നമ്മുടെ യാഥാർത്ഥ്യം, നമ്മുടെ സ്വപ്നം രണ്ടും അങ്ങ് തന്നെയാണ് ശിവ. നാം സമ്മതിക്കുന്നു, ആദ്യമായി നാം ഈ ഗുഹയിലേക്ക് വന്നപ്പോൾ നമുക്ക് വിസ്മയമുണ്ടായി. നാം ആശങ്കയിലായിരുന്നു. പക്ഷെ അങ്ങയുടെ സാന്നിധ്യത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ക്ഷണനേരം കൊണ്ട് തന്നെ നമ്മുടെ വിസ്മയവും ആശങ്കയും സമാപ്തമായി. നാം അങ്ങയെ അറിയാൻ ആഗ്രഹിക്കുന്നു. നാം ശിവനെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരെ അറിയുന്നതിനു മുമ്പ് സ്വയം മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് സതി. അതിനാൽ ആദ്യം തന്നെ ദേവി ആരാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമ്മെ അറിയുവാൻ സാധിക്കുകയുള്ളൂ. ദേവിയുടെ ശിവനെ അറിയുവാൻ സാധിക്കുകയുള്ളൂ. നാം എന്താണ് അറിയേണ്ടത്?